നമസ്കാരം. എല്ലാവരും വലിയ പ്രതീക്ഷകളുമായി കാത്തിരുന്ന ഒരു IPL തന്നെയായിരുന്നു അവസാനിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്ലേ ഓഫ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്നലെ ആദ്യ പ്ലേ ഓഫ് മത്സരങ്ങൾ തുടങ്ങുകയും ചെയ്തു. അതിൽ മുംബൈ ജയിക്കുകയും ചെയ്തു. ഇപ്പോഴും എന്നാലും ചർച്ച നടക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് തന്നെയാണ്. സഞ്ജു അടുത്ത വർഷം ഈ ടീമിൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇവരെ സംബന്ധിച്ചൊരു പ്രധാന വിഷയമായി തന്നെ പറയുന്നത് എന്ന് പറയാം. IPL ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ടീം നിരാശയോടെയാണ് ഈ സീസൺ അവസാനിപ്പിച്ചതെങ്കിലും സഞ്ജു ഈ ടീമിൽ നിന്ന് ഇറങ്ങുന്നത് സന്തോഷത്തോടെയാണെന്ന് പറയുന്നു. കാരണം അവസാന മത്സരം ജയിപ്പിച്ച് അതിൽ നല്ലൊരു സ്കോറും നേടിയാണ് സഞ്ജു ഇറങ്ങുന്നത്. ഇനി രാജസ്ഥാൻ റോയൽസിലേക്ക് ഒരു മടങ്ങിവരവ് സഞ്ജുവിന് ഇല്ലാത്തതുപോലെ തന്നെയാണ് സഞ്ജു പെരുമാറുന്നതെന്നും പറയാം. 10 ടീമുകളുടെ ലീഗിൽ 9ാം സ്ഥാനം കൊണ്ടും സഞ്ജു സാംസന്റെ സംഘത്തിനും തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു എന്ന് തന്നെ പറയണം. ഇത്രയും വലിയൊരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പ്ലേ ഓഫിന് തൊട്ട് താഴെ വരുമെന്നെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. കാരണം ഇതുവരെ പ്ലേ ഓഫ് ഒരിക്കൽ പോലും മിസ് ചെയ്യാത്ത ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ശക്തമായ ടീം എന്ന് തന്നെയാണ് രാജസ്ഥാനെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. എന്നിരുന്നാലും ഇത്തവണ അവർ കാഴ്ചവെച്ചത് വളരെയധികം തന്നെ ക്ഷീണമായി പോയ ഒരു മത്സരങ്ങളായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ തന്നെയും ഒരു ജയമേഖലയാണ് റോയൽസിന് ഫൈനൽ നഷ്ടമായതെന്ന് എല്ലാവർക്കും അറിയാം. സെമിക്ക് തുല്യമായ 2ാം പ്ലേ ഓഫിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് അവർ കീഴടങ്ങുകയായിരുന്നു എന്നും പറയാം. ഇത്തവണ ലീഗ് ഘട്ടത്തിൽ കളിച്ച 14 മത്സരങ്ങളിൽ വെറും 4 എണ്ണത്തിൽ മാത്രമാണ് റോയൽസിന് ജയിക്കാനായത്. ശേഷിച്ച 10 മത്സരങ്ങളിലും തോൽവി രുചിക്കുകയായിരുന്നു. ജയിക്കേണ്ടിയിരുന്ന 5ഓളം മത്സരങ്ങളായിരുന്നു അവർ പടിക്കൽ വെച്ച് കലമുടച്ച് കളഞ്ഞത് നമ്മൾ കണ്ടത്. ഈ സീസൺ നിരാശാജനകമായി അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ചില കാര്യങ്ങളിൽ തന്നെ റോയൽസിന് സന്തോഷിക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. രാജസ്ഥാന് തന്നെ റോയൽസിനെ കുറിച്ച് സംബന്ധിച്ച് ഈ സീസണിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് 14-കാരനായ ഓപ്പണിംഗ് ബാറ്ററായ വൈഭവ് സൂര്യവംശിയാണ്. സൂര്യവംശി എന്നൊരു പ്ലെയറിനെ അവർക്ക് ഇന്ത്യ പ്രേക്ഷകർക്കും അതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും നൽകാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാറ്റിംഗിൽ പുതിയൊരു സൂപ്പർ താരത്തിന്റെ ഉദയമാണ് നമ്മൾ കണ്ടത്. ഈ ഇടം കയ്യൻ ബാറ്ററിലൂടെ റോയൽസിന് ലഭിച്ചത് അങ്ങനെ ഒരാളെ തന്നെയായിരുന്നു. റോയൽസ് അങ്ങനെ ഒരാളെ നൽകുകയായിരുന്നു എന്ന് തന്നെ പറയാം. പരിക്കു കാരണം സഞ്ജു സാംസണിന് പുറത്തിറക്കേണ്ടി വന്നതാണ് വൈഭവിന് ടീമിലേക്ക് വഴി തുറന്നത് കൂടി എടുത്തു പറയണം. 7 മത്സരങ്ങളിൽ നിന്നും 206.56 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ ഓരോ സെഞ്ചുറിയും 50യും അടക്കം താരം അടിച്ചെടുത്തത് 252 റൺസാണ്. ഇംഗ്ലണ്ട് സൂപ്പർ താരം ജോസ് ബട്ട്ലർ ഒഴിച്ചിട്ട ഓപ്പണിംഗ് റോൾ ഇതോടെ വൈഭവ് തന്റെ പേരിലാക്കിയിരിക്കുകയാണ് എന്ന് പറയാം. IPL കരിയറിലെ 3ാമത്തെ മത്സരത്തിൽ തന്നെ ഈ 14-കാരൻ കന്നി സെഞ്ചുറിയും കുറിച്ചുവെന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. വെറും 35 ബോളുകളാണിത്. ഫോമും ഫിറ്റ്നസും കാത്തു സൂക്ഷിച്ചാൽ ഇനി ദീർഘകാലം റോയൽസിന്റെ ഓപ്പണിംഗ് നിരയിൽ വൈഭവിനെ നമുക്ക് കാണാൻ സാധിക്കും. വരും സീസണുകളിലൊക്കെ തന്നെയും എതിർ ടീം ബൗളർമാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഓപ്പണിംഗ് ജോഡികളായി തന്നെ വൈഭവ്, യശസ്വി ജയ്സ്വാൾ മാറും. സഖ്യം മാറുമെന്നതിൽ തന്നെ ഒരു കാര്യവും ഉറപ്പുണ്ട്. 2023 കഴിഞ്ഞ IPL സീസണിന് ശേഷം രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയ താരങ്ങളിൽ ഒരാൾ ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലാണ്. ഇതിനുവേണ്ടി 14 കോടി രൂപ അവർ മുടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റോയൽസിന് തന്നെ ഈ തീരുമാനം അന്നും ഇന്നും പലരും ചോദ്യം ചെയ്ത ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ ഭേദപ്പെട്ട പ്രകടനത്തിലൂടെ റോയൽസ് തനിക്കായി മുടക്കിയ തുകയോട് നീതി പുലർത്തിയിരിക്കുകയാണ് ജുറേൽ. 13 മത്സരങ്ങളിലായി അദ്ദേഹം ഇത്തവണ കളിച്ചത് ഒരുപാട് കാര്യങ്ങളാണ്. 37 ശരാശരിയിൽ 156.34 സ്ട്രൈക്ക് റേറ്റിൽ 333 റൺസും താരം സ്കോർ ചെയ്തിട്ടുണ്ട്. 250+ സ്കോറുകൾ ഉൾപ്പെടെയാണിത്. ഈ സീസണിൽ റോയൽസിന് ഏറ്റവും അധികം റൺ എടുത്ത 3ാമത്തെ ബാറ്ററും ജുറേലാണ്. കളിച്ച ഭൂരിഭാഗം മത്സരങ്ങളിലും സ്ഥിരതയാർന്ന ഇന്നിംഗ്സുകൾ അദ്ദേഹത്തിന് കളിക്കാർ തന്നെ സാധിച്ചുവെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്ത സീസണിലും ജുറേൽ റോയൽസിനുണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ്. മികച്ച ചില ഇന്ത്യൻ പേസർമാരെ ലഭിച്ചുവെന്നതാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് 3ാമത്തെ വലിയ പോസിറ്റീവ് എന്ന് തന്നെ പറയാം.